വയനാട് കല്ലൂർ കുന്നിൽ ഇന്നലെ രാത്രി പശുവിനെ കൊന്നത് വാഗേരിയിലെ അതേ നരഭോജി കടുവ തന്നെയാണെന്ന് വനവകുപ്പ് സ്ഥിരീകരിച്ചു. വേട്ടയാടിയ പശുവിന്റെ ജഡം ഇരയാക്കി പ്രദേശത്ത് പുതിയ കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. 11 മണിക്ക് ഈ ആടെല്ലാം കൂടെ ഒച്ച വെക്കുന്നു കേട്ടു. അപ്പോൾ എനിക്കൊന്ന് കടുവ വന്നു ഇറങ്ങി വന്നിട്ട് നോക്കുമ്പോൾ ആടിനെ അല്ല പശുവിനെ പിടിച്ചേക്കുന്നു. പശുവിനെ കഴുത്തിന് പിടിച്ചിട്ടുണ്ട്. ഞാൻ ടോർച്ച് അടിച്ച് പിടിച്ചിരിക്കുക. കടുവ പശുവിനെ വലിക്കുവാണ് പിടിച്ച് മുറ്റത്തുനിന്ന് തന്നെ. അപ്പം ഞാൻ ഇറങ്ങി വന്ന ഞങ്ങളെല്ലാവരും ഒച്ചപ്പാടെടുത്ത് എന്നിട്ട് പോകുന്നത് വലിച്ച് നിരക്കി കൊണ്ടുപോകുകയാണ്. ഇതിനെ പേടിച്ചു പോയി. എന്നാലും ഇറക്കാൻ തുടങ്ങി. ഇതുവരെ പോയിട്ടില്ല. ഇവിടെ കണ്ടെത്തിയ കാൽപ്പാടുകൾ ഒരാഴ്ച മുൻപ് യുവാവിനെ കൊലപ്പെടുത്തിയ WLL 45 കടുവയുടേത് തന്നെയാണെന്ന് വനം വകുപ്പ് സ്ഥിരീകരിച്ചു. വേട്ടയാടിയ പശുവിനെ തന്നെ ഇരയാക്കി പുതിയ കൂട് പ്രദേശത്ത് സ്ഥാപിച്ചു. ഈ പ്രദേശത്തുള്ള വീടുകളെല്ലാം തന്നെ അവരുടെ ആലയിലടക്കം ലൈറ്റ് ഇടുവാനും ഈ കൂട് വെക്കുന്ന പരിസരം മാത്രം ലൈറ്റ് ഇടാതെ നോക്കുവാനും ഉള്ളൊരു നിർദ്ദേശം നമ്മൾ കൊടുത്തിട്ടുണ്ട്. യുവാവിനെ കൊലപ്പെടുത്തിയ കൂടല്ലൂരിൽ നിന്ന് 5 കിലോമീറ്റർ അകലെയാണ് ഇപ്പോൾ കടുവയുടെ സാന്നിധ്യം ഉണ്ടായത്. കൂടല്ലൂർ മേഖലയിൽ കുങ്കിയാനകളടക്കമിറങ്ങി കാടിളക്കി തിരച്ചിൽ നടത്തിയതോടെ കടുവ മറ്റൊരിടത്തേക്ക് മാറിയതാകാമെന്നാണ് വനംവകുപ്പിന്റെ നിഗമനം. കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.